ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലെ ബെഞ്ച് മാർക്കിൻ്റെ ടീ ഫാക്ടറിയിലേക്കാണ് നമ്മളിനി പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് നേരെ മുമ്പിലപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബെഞ്ച് മാർക്കിൻ്റെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് പോവാണ്. ടീ ഫാക്ടറിയിലേക്കുള്ള വഴിയിലാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഈ ഒരു ടീ ഫാക്ടറിയിൽ ഏകദേശം ഒരാൾക്ക് വരുന്നിട്ടുള്ള ഫീസ്, എൻട്രി ഫീ വരുന്നത് 10 രൂപയാണ്. എന്നാൽ ചോക്ലേറ്റ് ഫാക്ടറിയിൽ 30 രൂപയാണ് കേട്ടോ എൻട്രി ഫീ വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഊട്ടിയിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഫാക്ടറിയും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യം, അതായത് എങ്ങനെയാണ് ഒരു ചായപ്പൊടി ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്പ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളെ ഊട്ടിയിലെ ഒരു വില്ലേജിലേക്കുള്ള ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള, എന്നാൽ ആ ഒരു തണുപ്പും കൂടി നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് വേറെ വൈബ്, അടിപൊളി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണ്ടോ. അങ്ങനെ മുകളിലോട്ട് കയറിയ സമയത്താണ് ഈ ഒരു ബോർഡ് കാണുന്നത്. ടേസ്റ്റ് 6 വെറൈറ്റീസ് ഓഫ് ടീ ഫ്രീ, അതായത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് 6ഓളം ടീ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ ഇവിടെ തേയിലൻ്റെ ഒരു ഇലകളിങ്ങനെ ഒരു ശേഖരിച്ച് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ എൻട്രി ഫീ അടിക്കേണ്ട കൗണ്ടറിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഒരാൾക്ക് 10 രൂപയുള്ളൂ. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവർ, എൻട്രി ഫീ RS 10 രൂപ എന്ന് വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും, ഞങ്ങൾ 6 ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 6 ആളുകൾക്കുള്ള ഫീസാണ് എടുക്കുന്നത്, 60 രൂപ. സോ ഈ ഒരു 10 രൂപ നിങ്ങൾ എടുക്കൽ കൊണ്ട് നിങ്ങൾക്ക് ഒരു 50 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇവിടുന്ന് ഫ്രീ ആയിട്ട് ടീ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് ടീ കിട്ടുന്നത്, എവിടെ നിന്നാണ് ഫ്രീ ആയിട്ട് ടീ കിട്ടുന്നത്, നമുക്ക് 6ഓളം വെറൈറ്റീസ് ടീകൾ നമുക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, അതും ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ടീക്ക് ഏകദേശം 10 രൂപ ആവുമല്ലോ. എന്നാൽ നമ്മൾ ഒരു 3-4 ടീ കൊടുക്കുമ്പോൾ തന്നെ 40-50 രൂപയോളം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഫ്രീ ആണ് ടീ. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് ഉള്ളിലല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ക്യാമറ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഓരോ ചായപ്പൊടി ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അടിയിലാണ് ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട്, അപ്പം ഇവിടെ നിന്ന് ഒരുപാട് പാക്കുകളൊക്കെ ആക്കി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ആളുകൾ, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ചോക്ലേറ്റ് ഫാക്ടറിയുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ജോലി ചെയ്യുന്നത് ഏകദേശം ഓൾമോസ്റ്റ് സ്ത്രീകളാണ്, വുമൻസാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ തേയിലൻ്റെ ഇലകൾ ഇങ്ങനെ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ചായപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറാൻ പറ്റില്ല, കാരണം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറമേ നിന്നുള്ള വിഷ്വൽസ് മാത്രമേ നമുക്കിപ്പോൾ എടുക്കാൻ അനുവാദമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും, ഒരു മെഷീനിലൂടെ ആ ഒരു ഇലകളൊക്കെ അരച്ചിട്ട് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ അവിടെ കാണുന്ന ആ ഒരു മെഷീനിലൂടെ ചായപ്പൊടി ഇങ്ങനെ വേറൊരു പാത്രത്തിൽ, അല്ലെങ്കിൽ വേറൊരു ഇതിലേക്ക് ശേഖരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ടേസ്റ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രഷ് ടീ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടീ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ഓരോ ടീ, അതായത് ക്ലാസ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അവിടെ പോവുക, സാധനം വാങ്ങുക, കുടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അവർ ടീ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ കേട്ടോ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ടീകൾ. അത് നമുക്ക് 2ാം പ്രാവശ്യം 3ാം വട്ടമൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. എത്ര വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഇതൊന്നുമില്ല അവിടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള ആ ഒരു ജസ്റ്റ് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇവരുണ്ടാക്കുന്നത് ഇതെന്താണ് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവരുണ്ടാക്കുന്നത് ഈ ഒരു വുമൺ ഇവിടെ ചായ ഓരോരുത്തർക്ക് ജസ്റ്റ് ഒരു മെഷീനാണ് തോന്നുന്നു, ആക്കുന്നു കൊടുക്കുന്നു. അതായത് ഒരു ഗ്ലാസ്സിലേക്ക് ഇപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം തുറക്കില്ല, അതുപോലെ ഇങ്ങനെ ചായ വരുന്നു കൊടുക്കുന്നു, ആ ഒരു രീതിയാണ്. അല്ലാതെ നമ്മളിങ്ങനെ ചായപ്പൊടി ഇട്ട് പഞ്ചാര ഇട്ട് കലക്കി ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ അല്ല. ഇവിടെ അങ്ങനെ അപ്പോൾ നമുക്ക് എത്ര ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ക്ലാസ്സിലാണ് കേട്ടോ അവർ ടീ തരുന്നത്. അപ്പോൾ ടേസ്റ്റിങ് നമുക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ലൈനിൽ നിന്നിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ചായയൊക്കെ നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുക ഇവിടെ നിന്ന് ഇതുപോലെ ഓരോരുത്തരിങ്ങനെ അവർ ചായ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് പോയാൽ മതി, ലൈനിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് എടുത്ത് പോയാൽ മതി. നമ്മൾ കേരളക്കാരുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക ഈ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെയാണ് കൂടുതലിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ
ഇതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് കാണാൻ പറ്റും. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മുകളിൽ നിന്ന് ഞാൻ താഴത്തോട്ട് ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ചായപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കി അത് അരിച്ചിങ്ങനെ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഷീനിലൂടെ കാണാൻ പറ്റും. പക്ഷേ ഈ ക്യാമറയിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ഊട്ടിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ അത് ഈ ഒരു ഫാക്ടറിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ കണ്ണ് കൊണ്ട് നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇങ്ങനെയുള്ള ഒരു പ്ലേസുകളുണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ ചായ ഇങ്ങനെ കുടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി സെയിൽസ് കൗണ്ടറിലോട്ടാണ്. ഓക്കെ, ഈ ചായപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. എന്നാലും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഏകദേശമൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും തുടർന്നുള്ള വ്ളോഗ് ആണെങ്കിലും അൺബോക്സിംഗ് വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക് പരമായിട്ട് യൂസ്ഫുൾ ഇൻഫർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ സെയിൽസ് കൗണ്ടറിലോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ ചോക്ലേറ്റിൻ്റെ സെയിൽസ് കൗണ്ടർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് സെയിൽസ് കൗണ്ടറിൽ, അതായത് ടീ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സിറ്റ് ഏരിയയും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുള്ളത്. ഇവിടെ ജസ്റ്റ് സൈൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മളെ ടീ ഫാക്ടറി, അതായത് ടീ കൗണ്ടർ വരുന്നുള്ളത്. അവിടുന്ന് നമ്മൾ അവിടേക്ക് ജസ്റ്റ് കയറുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, ഇതിനുള്ളിലുള്ള വിഷ്വൽസ്. ഓക്കെ, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ തന്നെ ബെഞ്ച് മാർക്കിൻ്റെ ഒരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് സെയിൽസ് കൗണ്ടറിൽ, അതായത് ഓരോ എത്രത്തോളം വെറൈറ്റീസ് കമ്പനികളുള്ള ഓരോ രീതിയിലും പാക്കുകളും കാര്യങ്ങളൊക്കെ. അതാണെങ്കിൽ ഒരു ബോക്സ് ആണെങ്കിലും അങ്ങനെ ബോക്സ് ആക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് ആണെങ്കിൽ അങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട്, ഇങ്ങനെ ഗ്രീൻ ടീ അങ്ങനെ നമ്മൾ നേരത്തെ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ഗ്രീൻ ടീ ആണെങ്കിലും റോസ് ടീ ആണെങ്കിലും റെഡ് ടീ ആണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരു ബോർഡിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പുറമേ നിന്നൊക്കെ ചായപ്പൊടി വാങ്ങുമ്പോൾ അതിനായിട്ടും അത്യാവശ്യം വില കുറവ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകും. കാരണം ഫാക്ടറി ആണല്ലോ, പൊതുവെ എല്ലാവർക്കും അറിയാം ഫാക്ടറി വില കുറവായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചുറ്റും ഇതിൻ്റെ ഓരോ സെൽഫിലും വ്യത്യസ്ത രീതിയിൽ ഉണ്ടാകുന്ന ചായപ്പൊടികൾ അവരിങ്ങനെ സെൽഫിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ളതും കാണാൻ പറ്റും. അതുപോലെ തന്നെ ടിന്നാണെന്നുണ്ടെങ്കിലും ടിന്നിലും ചായപ്പൊടി അവർ നൽകുന്നുണ്ട്. അതിന് ഓരോരോ കമ്പനിയാണ് കേട്ടോ ഇത്. ഓരോ സെക്ഷനിലും ഓരോ രീതിയിലുള്ള കമ്പനീസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതൊക്കെ ഏകദേശം സെയിൽസ് കൗണ്ടറിലൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാർ എന്ന് പറയുന്നത് വുമൺസാണ്. ബോയ്സ് ആയിട്ട് അങ്ങനെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ അവിടെ നിന്ന് സെയിൽസ് കൗണ്ടറിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു ഫാൻസിയിലേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഫാൻസി എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടാത്തൊരു സാധനം ഉണ്ടാവില്ല, അത്രയും വലിയ ഒരു ഫാൻസിയാണ്. അപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്കിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയുടെയും ടീ ഫാക്ടറിൻ്റെയും ഉള്ളിൽ വന്നിട്ടുള്ള, അപ്പോൾ നമ്മൾ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഓരോ ഷെയർ, അതായത് ഓരോ സെക്ഷനായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ആ ലുലു മാളിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബെഞ്ച് മാർക്ക് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ടീ ഫാക്ടറിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്നതനുസരിച്ച് ഇവിടെ ഒരുപാട് സെക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഇപ്പോൾ ഇതിൻ്റെ, അതായത് ഫാൻസിയുടെ ജസ്റ്റ് പുറത്താണ്. ഫാൻസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാണ്. അപ്പോൾ ഇതാണ് ഫാൻസി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കിട്ടാത്തൊരു സാധനം ഉണ്ടാവില്ല, അങ്ങനത്തെ നിറഞ്ഞ വലിയൊരു ഫാൻസിയാണ്. ഓക്കെ, വില ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എത്രത്തോളം വില വരുന്നുണ്ടെന്നുള്ളത്, ഏകദേശം എന്നാലും കുറവ് തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ വലിയ ഒരു ഇതാണല്ലോ, അതായത് നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു കടയാണല്ലോ ഈ ഒരു ഫാൻസി, ഇതിൻ്റെ ഉള്ളിലുള്ള ഫാൻസി പറയുന്നത്. അത്യാവശ്യം നല്ല എല്ലാ സാധനങ്ങളും, അതായത് ഫാൻസിയിൽ കിട്ടാൻ പോകുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റും സെയിൽസ് കൗണ്ടറിൽ നിൽക്കുന്നതൊക്കെ വുമൺസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല, കൂടുതലായിട്ട് വിഷ്വൽസ് ഒന്നും കാണിച്ചു തരുന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ, അതായത് നിങ്ങൾ ഈ ഒരു ഫാൻസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് മൊബൈലിൻ്റെയും എല്ലാ സാധനത്തിൻ്റെയും, മൊബൈലാണെങ്കിൽ ഇലക്ട്രോണിക് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ടോയ്സുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തുടങ്ങിയ ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കൂളിംഗ് ഗ്ലാസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ഒരുപാട് നമ്മളിപ്പോൾ നാട്ടിലെ കാണുന്ന ചില കണ്ണട വീഡിയോയിൽ സാധാ നോർമൽ, അതായത് ഇപ്പോൾ ഐക്ക് എന്തെങ്കിലും പ്രശ്നം എന്നുള്ള സമയത്ത് ഉണ്ടാകുന്ന ഇടുന്ന കണ്ണടകളായിരിക്കും. പക്ഷേ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ണട ഗ്ലാസ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര റേറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അത്യാവശ്യം വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ള ഒരു ഷർട്ടിൻ്റെ, അതായത് കീഴ് ഷർട്ടിനുള്ള വില, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഷർട്ട്, ഫാൻസി മാത്രമൊന്നുമല്ല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കടകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കടയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ നമുക്ക് ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ജ്യൂസിൻ്റെ കടയാണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു ലുലുമാളിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ്. നിങ്ങൾ ലുലുമാൾ സന്ദർശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകളുണ്ടാകും. അതായത് ഓരോ ആളുകൾ അത് ഷെയർ ഇട്ടായിട്ട് എടുക്കുന്ന ഓരോ കടകൾ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഉള്ളിലും എന്തിട്ടുണ്ട്, ബെഞ്ച് മാർക്കിൻ്റെ ഈ ഒരു ടീ ഫാക്ടറിയുടെയും ചോക്ലേറ്റ് ഫാക്ടറിയുടെയും ഉള്ളിലും ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങി പോകുന്നതായിട്ട് നമുക്കിതാ ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ കാർ എടുത്ത് പോകുന്നുണ്ട്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം ഈ ഒരു ബെഞ്ച് മാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുള്ളത് കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ചോക്ലേറ്റ് ഫാക്ടറിയുടെ. സോ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി വഴി നേരെ ടീ ഫാക്ടറിയോട് കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാറ് അവിടെ ഡിക്കി ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. നമ്മളറിയാതെ എങ്ങനെയാണോ ഞാൻ ജസ്റ്റ് എൻ്റെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ കാറ് ഡിക്കി തുറന്നിട്ട് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് മാറ്റി ഞാൻ നേരെ പോന്നു ക്യാമറ എടുത്തിട്ട്. പക്ഷേ ഡിക്കി അടുക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല, തുറന്ന് കിടക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. സോ എന്താണ് ഇനിയിപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് അറിയില്ല. ഭാഗ്യത്തിന് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു അബദ്ധം ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ ആൾക്കാരും ഇത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. വന്ന സമയത്താണ് കാണുന്നത് ഇങ്ങനെ കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആരും തുറന്നതൊന്നുമല്ല, കാരണം ഞങ്ങളെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടക്കാൻ വിട്ടുപോയതാണെന്ന് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പം ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഇത് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിലെ വിഷ്വൽസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.